അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആർത്തവമുള്ള സ്ത്രീകളുടെ ഹജ്ജും ഉംറയും സംബന്ധിച്ചുള്ള ഒരു സംശയ നിവാരണമാണ്. സ്ത്രീകൾക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു കാര്യമാണ് ആർത്തവം. നിസ്കാരം, നോമ്പ് തുടങ്ങിയ ഇബാദത്തുകൾക്കൊക്കെ അത് തടസ്സമാണെങ്കിൽ ഹജ്ജിന് അത് തടസ്സമല്ല. കാരണം ഹജ്ജ് ഉംറയിൽ പ്രവേശിച്ച ആൾക്ക്, സ്ത്രീക്ക് മെൻസസ് ഉണ്ടായാൽ ബാക്കിയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുക, തവാഫ് മാത്രം സൗകര്യപ്പെടുമ്പോൾ ചെയ്യുക എന്നുള്ളതാണ് നിയമം. പക്ഷേ ഇത് ചില പ്രയാസങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാക്കും. നാട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ട ആളുകളുണ്ടാകും. ഹയദിൽ നിന്ന് ശുദ്ധിയാകുന്നത് വരെ മക്കയിൽ തന്നെ താമസിക്കാൻ പ്രയാസമുള്ള ആളുകളുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് പറയുന്നത്, നമ്പർ 1, ആവശ്യമായ സമയം കിട്ടൂല എന്ന് തോന്നുകയാണെങ്കിൽ, ബുദ്ധിമുട്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ, ഇഹ്റാം ചെയ്യുമ്പോൾ, നിയ്യത്ത് ചെയ്യുമ്പോൾ, ഇഹ്റാമിന് നിയ്യത്ത് ചെയ്യുമ്പോൾ ഹയദ് നിഫാസ് ഉണ്ടായാൽ ഞാൻ തഹല്ലുലാകും, അറവില്ലാതെ തഹല്ലുലാകുമെന്ന് നിയ്യത്തിൽ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഇഹ്റാം ചെയ്യാതെ മക്കത്തേക്കും മക്കയിലേക്ക് പോകാൻ പറ്റില്ല. അതുണ്ടാകും എന്ന് സാധ്യതയുള്ള പെണ്ണാണെങ്കിലും, ഉംറ ഉദ്ദേശിച്ച പെണ്ണാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ ഇഹ്റാം ചെയ്യാതെ ഏതായാലും പോകാൻ പറ്റില്ല. പക്ഷേ ഇഹ്റാം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നിയ്യത്ത് ചെയ്താൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രയാസത്തിൽ നിന്ന് ഒഴിവാകും. പിന്നെ ഹജ്ജ് ഉംറയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പം അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യണം? ഇതിന് അറവൊന്നും ആവശ്യമില്ല കേട്ടോ, ഒന്നും ആവശ്യമില്ല. അതുണ്ടായി, ഇനിയിപ്പോൾ പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഇനി മുന്നോട്ട് പോകാൻ പ്രയാസമാണെന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ തഹല്ലുലാവുകയാണ് എന്ന് നിയ്യത്ത് ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലാകാം. തഹല്ലുലാവുകയാണ് എന്ന് കരുതി മുടി മുറിച്ച് തഹല്ലുലാകാം. പിന്നെ സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഉംറ ചെയ്യുക. ഹറമിൻ്റെ പുറത്ത് പോയാൽ മതിയല്ലോ. ഹറമിൻ്റെ പുറത്ത് പോയിട്ട് ഇഹ്റാം ചെയ്തിട്ട് തവാഫ് ചെയ്താൽ മതി. നമ്മളെല്ലാ കിതാബിലും ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. ഇലാഹ് 543 പേജിലൊക്കെ കാണാം, ഇമാം നബവി തങ്ങളുടെ. മറ്റൊന്ന്, അവിടെ എത്തി ഇങ്ങനെ നിയ്യത്തൊന്നും ചെയ്തിട്ടില്ല ഇഹ്റാമിൽ. ഏത്, ഞാൻ തഹല്ലുലാകുമെന്ന് നിയ്യത്തും ചെയ്തിട്ടില്ല. അങ്ങനെ ഹയലുണ്ടായി. സമയമുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഹയല് കഴിയുന്നേരം കാത്തിരുന്നാൽ മതിയല്ലോ. ഇവിടെ ഹയല് കഴിയുന്നേരം കാത്തിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിന് സമയം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളുണ്ടാകും. നേരത്തെ നമുക്കറിയാം, ഗുളിക കുടിച്ചിട്ട് വേണമെങ്കിൽ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, പറ്റിയ ഒഴിവാക്കുക. അവർക്ക് നോമ്പിൻ്റെയും നിസ്കാരമൊക്കെ അങ്ങനെ തന്നെയാണല്ലോ വിധി. ഒരാൾ നോമ്പ് ഒഴിവാക്കാനാവില്ല നേരത്തിട്ട് ഗുളിക കുടിച്ചു, കുഴപ്പമില്ല, അയാൾ നോമ്പ് വിൽക്കണം, ആ സ്ത്രീ നോമ്പ് വിൽക്കണം എന്നതുപോലെ ഗുളിക കുടിച്ച് നിർത്തുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നുമില്ല, ചെയ്യാവുന്നതാണ്. ഇനി ചില സ്ത്രീകൾക്ക് 2-3 ദിവസമൊക്കെ അതിൻ്റെ രക്തം ഇങ്ങനെ ഉണ്ടാകും. പിന്നെ 2 ദിവസം 3 ദിവസം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ലാസ്റ്റ് 7-ാമത്തെ 8-ാമത്തെ ദിവസമൊക്കെ അവസാനത്തെ രക്തം കാണും. അവിടെയാണ് നമ്മൾ സാധാരണ ഹയൽ അവസാനിച്ചു എന്ന് പറയാറുള്ളത്. അതുവരെ നിസ്കരിക്കാറില്ല, നോമ്പ് വിൽക്കാറില്ല. എന്നാൽ ഷാഫി മദ്ഹബിൽ അൽഹർ എന്ന് പറയുന്ന അഭിപ്രായം, ഏറ്റവും പ്രബലമായ അഭിപ്രായം ഇത് തന്നെയാണെങ്കിൽ, അതിൻ്റെ ഒരു മറുവശത്തിലൊരു അഭിപ്രായമുണ്ട്, അത്ര പ്രബലമല്ലാത്ത ബലമുള്ളൊരു അഭിപ്രായം. എന്താണത്? ഹയലിൻ്റെ തീരെ കളറ് കാണാത്ത, ഒരു നിറവും കാണാത്ത ഈ സമയമുണ്ടല്ലോ, 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഈ സമയം ശുദ്ധിയാണ്, അപ്പോൾ നിസ്കരിക്കണം, നോമ്പ് വിൽക്കണം എന്നതുപോലെ ഈ സമയത്ത് വെള്ളശീലയോ മറ്റോ വെച്ച് നോക്കിയിട്ട് യാതൊരു അടയാളവും കാണുന്നില്ലെങ്കിൽ കുളിച്ച് ശുദ്ധിൻ്റെ ഹയലിൽ നിന്നുള്ള കുളി നിർവഹിച്ച് തവാഫ് ചെയ്യാനുള്ള സമയം അവൾക്ക് കിട്ടിയാൽ ആ സമയത്തിനൊക്കെ നമ്മൾ തവാഫ് ചെയ്യുകയാണെങ്കിൽ അവളെ തവാഫ് ശരിയാകുന്നതാണ്, ഹജ്ജും കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാവുന്നതാണ്. പിന്നെ സഅയിന് വുളൂവിൻ്റെ ശുദ്ധിൻ്റെ ആവശ്യമില്ലല്ലോ, തവാഫിനല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ 7-8 ദിവസം ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് രക്തമില്ലാത്ത ഇടവേളകൾ ശുദ്ധിയുടെ സമയമായിട്ട് പരിഗണിക്കാം എന്നൊരു അഭിപ്രായമുണ്ട്. മഹല്ലിയിലൊക്കെ ഉണ്ട്, മഹല്ലി 1-ാം വാർഡ് 108-ാമത്തെ പേജിൽ, അങ്ങനെ പല ഇലാഹിലൊക്കെ ഉണ്ട്. മറ്റൊരു മാർഗം,
നാലാമത്തെ മാർഗ്ഗമായിരിക്കും. ഈ ഹയല് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ നിറം മാറാൻ തുടങ്ങും. ചില ആളുകൾക്ക് മഞ്ഞ രക്ത അല്ലെങ്കിൽ വയലറ്റ് കളറിലൊക്കെ രക്തത്തിൻ്റെ കളറല്ലാതെ. ഈ സമയത്തോടു കൂടെ തന്നെ ഹയല് കഴിഞ്ഞു, അത് ശുദ്ധിയാണെന്നൊരു അഭിപ്രായമുണ്ട്. നമ്മുടെ പ്രബലമായ അഭിപ്രായം എന്താണ്? എല്ലാ കളറും കഴിഞ്ഞതിന് ശേഷമാണ് ഹയല് പൂർത്തിയാവുക, അതിനുശേഷം കുളിക്കേണ്ടതെന്നല്ലേ. എന്നാൽ ഈ മഞ്ഞ നിറത്തിലുള്ള രക്തം അല്ലെങ്കിൽ കലർപ്പൊക്കെ ഉള്ള ഇതൊക്കെ ശുദ്ധിയായിട്ട് തന്നെ പരിഗണിക്കാമെന്ന അഭിപ്രായം അനുസരിച്ചിട്ട് സ്വീകരിച്ചിട്ട് വേണമെങ്കിൽ 4-5 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ അതുണ്ടാവും. കുളിച്ചിട്ട് അവൾക്ക് ഹറമിൽ പോകാം. പള്ളിയിലൊന്നും പോകാൻ പറ്റില്ലല്ലോ, അശുദ്ധിയുള്ള ആളുകൾക്ക്. പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റില്ല, ഖുർആൻ തൊടാൻ പറ്റില്ല, ഖുർആൻ ഓതാൻ പറ്റില്ല. ഈ നിയമങ്ങൾക്കൊക്കെ അളവെടുക്കാമെന്നർത്ഥം. തവാഫിൻ്റെ മാത്രമല്ല ഈ പറയുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയം. ഇനി നമ്മളൊക്കെ ഷാഫി മദ്ഹബിൽ പ്രബലമായി പറയുന്നൊരഭിപ്രായം, നാട്ടിലേക്ക് തിരിച്ചു പോരാനായിട്ടുണ്ട് അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് തിരിച്ചു പോകാനായിട്ടുണ്ട്, നിൽക്കാൻ പറ്റൂല, ഹൈദരക്തം അവസാനിക്കുന്നവരെ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവൾക്ക് തവാഫ് ചെയ്യാതെ നാട്ടിലേക്ക് മടങ്ങാം. അങ്ങനെ ഒരു 80-90 കിലോമീറ്റർ എത്തിയ ശേഷം അല്ലെങ്കിൽ റൂമിലെത്തിയതിനു ശേഷം, നാട്ടിലെത്തിയതിനു ശേഷം എന്ത് ചെയ്യുക? എഹ്റാമിൽ നിന്ന് ഞാൻ തഹല്ലുലാകുന്നു എന്ന് കരുതി മുടി വെട്ടുക, മുടി നീക്കുക, എന്നിട്ടൊരാടിനെ അറക്കുക. ഇതാണ് ആടിനർത്ഥം തഹല്ലുലായി. അതോടുകൂടി അവൾ പൂർണ്ണമായിട്ടും തഹല്ലുലായി, ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും ഒഴിവായി. പക്ഷെ ഒന്നുണ്ട്, എന്തെങ്കിലും സാധിക്കുമ്പോൾ ഈ തവാഫ് മക്കത്ത് പോയിട്ട് നിർവഹിക്കേണ്ടതാണ്. അപ്പോഴാവുന്നതേ ഉള്ളൂ ഇത് പൂർണ്ണമാവുള്ളൂ. ഈ വേറൊരു അഭിപ്രായമുണ്ട് ഹനഫി മദ്ഹബിൽ, പക്ഷേ നമുക്കത്ര സാധിക്കണമെന്നില്ല. എന്താണത്? ഹയലുകാരിയായിട്ട് തന്നെ തവാഫ് ചെയ്യുക, എന്നിട്ടൊരു ഒട്ടകത്തിനർക്ക് തഹല്ലുലാകുക എന്നുള്ള ഹനഫി മദ്ഹബിലെ ഒരഭിപ്രായം. പിന്നെ നാട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഗുളികയൊക്കെ കുടിച്ചിട്ട് നിർത്തട്ടോ, എന്നിട്ട് തവാഫ് ചെയ്തിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കാൻ ഞാൻ നേരത്തെ അത് പറഞ്ഞു. അത് അനുവദനീയമാണ്, കിതാബുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് പറയേണ്ട മറ്റൊന്നുണ്ട്. വിടവാങ്ങൽ തവാഫുണ്ട് ലാസ്റ്റ്. നമ്മളിപ്പോൾ പറഞ്ഞത് ഹജ്ജ് ഉംറൻ്റെ തവാഫിൻ്റെ ഭാഗമാണ്. ഉംറൻ്റെ തവാഫും അതുപോലെ ഇഫാദത്ത്, ഹജ്ജിൻ്റെ തവാഫിൻ്റെ പേരാണ് ഇഫാദത്തിൻ്റെ തവാഫ്, ഫർദായ തവാഫ്. വിടവാങ്ങൽ തവാഫ് എല്ലാവർക്കും നിർബന്ധമാണ്. ഇന്ത്യക്കാർക്കും ജിദ്ദക്കാർക്കും റിയാദുകാർക്കും ഒക്കെ മക്കത്തു നിന്ന് വന്ന് പോണ നേരത്തൊരു തവാഫ് ചെയ്യൽ നിർബന്ധമാണ്. സുന്നത്താന്നൊരു അഭിപ്രായമുണ്ട്. ഈ തവാഫ് ഹയലുകാരിക്ക് നിർബന്ധമല്ല കേട്ടോ. അപ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഹയല് തുടങ്ങുന്നതെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? പള്ളീൻ്റെ പുറത്ത് പോയി നിന്നിട്ട് കാബനോട് സലാം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? തിരിച്ചു പോരുക. ഇതൊക്കെയാണ് അവർക്കുള്ള മാർഗം. നമുക്കും എൻ്റെ വോയിസ് കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനും സ്വർഗ്ഗം നേടാനും അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാനും തൗഫീക്ക് നൽകട്ടെ. നിങ്ങളുടെ സഹോദരൻ മൊയ്നുദ്ദീൻ ബാഖവി.